നമസ്കാരം. കേരളത്തിൽ വലിയ നേട്ടം, ബംഗാളിൽ മുന്നേറ്റം, തമിഴ്നാട്, ബീഹാർ, ത്രിപുര, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൊക്കെ CPM വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള CPMൻ്റെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വലിയ പ്രതീക്ഷകളുമായി CPM എത്തുന്നത്. ഈ പുതിയ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഏകദേശം 10 മണ്ഡലങ്ങളിലെങ്കിലും വിജയസാധ്യത കാണാനാവുന്നു എന്നുള്ളതാണ്. കണ്ണൂർ, വടകര, കോഴിക്കോട്, ആലത്തൂർ, പാലക്കാട്, ചാലക്കുടി, ആറ്റിങ്ങൽ, കൂടാതെ ആലപ്പുഴയും പത്തനംതിട്ടയും ഉൾപ്പെടെ ഇടുക്കി കൂടി ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിലാണ് മികച്ച സ്ഥാനാർത്ഥികളെ ഇപ്പോൾ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ CPM വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ്. കാരണം വിജയിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ കരുത്ത് കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഉണ്ണിത്താനാണ് സ്ഥാനാർത്ഥി, രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ വർഷത്തെ NB വലിയ അട്ടിമറി ഉണ്ടായതാണ്. രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി ദേശീയ തലത്തിൽ ഇപ്പോൾ നിലനിൽപ്പിനായിട്ട് പൊരുതുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദേശീയ പാർട്ടി പദവി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഇപ്പോൾ CPM പാർട്ടിയുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം മുന്നിൽ കണ്ട് പരമാവധി MPമാരെ വിജയിപ്പിക്കുക എന്നുള്ളത് CPMൻ്റെ അജണ്ടയാണ്, അനിവാര്യതയാണിത്. അത് ചെയ്തേ പറ്റൂ. കേരളത്തിൽ നിന്നും നല്ല പ്രാതിനിധ്യമാണ് ഇത്തവണ CPM പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള MPമാർ ഉറപ്പാണ് എന്നാണ് CPM വിശ്വസിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഇത്തവണ CPMന് വലിയ പ്രതീക്ഷകളുണ്ട്. CPM സീറ്റുകൾ വല്ലാതെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. CPMൻ്റെ കർഷക സംഘടനയുടെ ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ നിന്നും മറ്റ് പ്രതിപക്ഷ കക്ഷികൾ സഹായിച്ചാൽ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഒരു സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കുമായിരിക്കും മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇനി ത്രിപുരയിലെ 2 സീറ്റുകളിലൊന്നും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ പകുതി കാര്യങ്ങൾ നടന്നാൽ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പകുതി കാര്യങ്ങളെങ്കിലും നടന്നാൽ പോലും ദേശീയ പദവി CPMന് നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. 4 സീറ്റെങ്കിലും ലഭിക്കണം, കണ്ടറിയാം. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതും ശബരിമല വിഷയവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 20ൽ 19 സീറ്റുകളും തൂത്തുപാരാൻ വേണ്ടിയിട്ട് UDFനെ സഹായിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അന്ന് വളരെ വലിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇത്തവണ എന്തായാലും കേരളം UDFന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ശബരിമല വിഷയവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല എന്നുള്ള കാര്യവും സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നത് എന്താണ്? ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ ചെറുക്കുവാനുള്ള ആർജവം ആർക്കാണ് എന്നതാണ്. കേന്ദ്രത്തിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായതോടുകൂടി ഇനി മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള അവരെ കണ്ടുപിടിക്കുക, അവരെ ഏർപ്പെടുത്തുക, അവർ വസിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ സുരക്ഷിത കരങ്ങൾ ഏതാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. അവിടെ തീർച്ചയായിട്ടും മേൽക്കോയ്മ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്ന് തന്നെയാണ് സൂചന. പക്ഷേ ഇടതിന് അനുകൂലമായിട്ടുള്ള പ്രധാന രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവർക്ക് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയാവുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരത്തെ മോദി വിരുദ്ധ വികാരം കൊണ്ട് അങ്ങനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷം നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ശ്രമം വിജയിച്ചാൽ ഇത്തരത്തിലെ വലിയ പ്രതിസന്ധിയിലേക്കാണ് UDF പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകില്ല. CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടുകൂടി തന്നെ കാസർഗോഡ്, പൊന്നാനി, മലപ്പുറം അടക്കമുള്ള ജില്ലകളിലും കൊല്ലം, എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റു മണ്ഡലങ്ങളിലാണ് UDFന് വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ വിജയപ്രതീക്ഷ നൽകുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്ന് പറയേണ്ടി വരും. ഇടത് ഘടകകക്ഷികൾ മത്സരിക്കുന്ന തിരുവനന്തപുരം, വയനാട്, കോട്ടയം കൂടാതെ ഈ മണ്ഡലങ്ങളിലും അവർ UDFനാണ് സാധ്യത കാണുന്നത് എന്നുള്ളതാണ്. അതേസമയം തൃശ്ശൂരിൽ BJPക്കും മാവേലിക്കരയിൽ CPIക്കുമാണ് സാധ്യത. വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 വിഭാഗക്കാരാണ്. വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് 11ഉം UDFന് 8ഉം BJPക്ക് 1 സീറ്റുമാണ് ലഭിക്കുക. അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണോ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇനി ഇങ്ങനെ സംഭവിച്ചാലും
ഇടതിനെ സംബന്ധിച്ച് വലിയ വിജയമാണ്. CPM ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കാസർഗോഡും ഒപ്പം തന്നെ കൊല്ലവും ഇവർക്ക് ഇടതുപക്ഷത്തിന് പിടിക്കാൻ കഴിഞ്ഞാൽ ഇടതിന് ലഭിക്കുന്ന സീറ്റുകളുടെ സാധ്യത എന്ന് പറയപ്പെടുന്നത് സാധ്യതാ പട്ടികയിലെ നമ്പർ 13 ഉയരും. 11 എന്നുള്ളത് 13 ഉയരും. കോട്ടയം കൂടി ലഭിച്ചാൽ പിന്നെയും ഒരു നമ്പർ കൂടി മാറും, 14 മാറും. സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സമസ്തയുടെ വോട്ടുകളടക്കം, ഈ സമസ്തയുടെ വോട്ടുകൾ ഇടത്തേക്ക് അല്ലെങ്കിൽ ഇടത്തോട്ട് ചരിഞ്ഞാൽ ഒഴുകിയാൽ പൊന്നാനിയിൽ പോലും ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2019 ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷത്തെ ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 15 സീറ്റ് എന്നത് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നേരിടാൻ കഴിയുന്ന കണക്കുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കണ്ണൂരിലും വടകരയിലും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് അവർ ഇപ്പോൾ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത്തവണ നിർത്തിയിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂരിൽ MV ജയരാജനും വടകരയിൽ KK ശൈലജ ടീച്ചർക്കും വിജയസാധ്യത ഏറെയാണ് എന്നാണ് CPMൻ്റെ അവകാശവാദം. ജയരാജനെ CPM പ്രഖ്യാപിച്ചതോടെ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞ K സുധാകരനും നിലപാട് തിരുത്തിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ ഇനി മത്സരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ K സുധാകരൻ്റെയും വാദം. അതായത് വടകരയിൽ മത്സരിക്കുവാൻ താല്പര്യമില്ലാതിരുന്ന K മുരളീധരൻ, ആ K മുരളീധരനും ഇനി മാറി നിൽക്കാൻ കഴിയുകയില്ല എന്നുകൂടി പറയട്ടെ. അതായത് KK ശൈലജയെപ്പോലുള്ള ഒരു ജനകീയ നേതാവിനെ നേരിടുവാൻ മുരളിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇനി കോൺഗ്രസിനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസിന് മുന്നിൽ മുരളി ഒരു വലിയ അസറ്റ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളമരം കരീമിനും നല്ല മത്സരം കാഴ്ചവെക്കുവാനുള്ള ശേഷിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടർച്ചയായി കോഴിക്കോട് വിജയിച്ചു കയറുന്നു, അല്ലെങ്കിൽ തുടർച്ചയായി കോഴിക്കോട് വിജയിച്ചു വരുന്ന സിറ്റിംഗ് MP എം കെ രാഘവൻ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാവുകയില്ല എന്നതും ഉറപ്പാണ്. ലീഗിനെയും UDFനെയും പാഠം പഠിപ്പിക്കുവാൻ കിട്ടുന്ന ഒരവസരവും സമസ്തയിലെ ലീഗ് വിരുദ്ധർ പാഴാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് ലഭിക്കാൻ പോകുന്നതാട്ടെ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് പോലുള്ള മണ്ഡലങ്ങളിലാണ്. ഈ മണ്ഡലങ്ങളിലായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത്. പൊന്നാനിയിലും സമസ്ത എഫക്റ്റിലാണ് CPM പ്രതീക്ഷ വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ CPM മത്സരിക്കുന്ന പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവർ രംഗത്തിറക്കിയിട്ടുള്ളത്. പാലക്കാട് MP ആയിട്ടുള്ള ശ്രീകണ്ഠന് തീർച്ചയായിട്ടും വലിയ ഒരു ഭീഷണിയാണ് CPMൻ്റെ PB അംഗമായിട്ടുള്ള വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ തന്നെ CPM ജയിച്ചതായി വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയപ്പെടുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മന്ത്രി K രാധാകൃഷ്ണന് ഈ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്ന് CPMൻ്റെ അവകാശവാദമാണ് കേട്ടോ. CPMൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടയായിട്ടുള്ള ആലത്തൂരിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് അട്ടിമറി വിജയം നേടിയെടുത്തിരുന്നത്. അതെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു മന്ത്രിയെ തന്നെ CPM ഇപ്രാവശ്യം കളത്തിലിറക്കിയിരിക്കുന്നത്. അത് K രാധാകൃഷ്ണനാണ് ആ ചുമതല നൽകിയിരിക്കുന്നത്. ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ മന്ത്രി C രവീന്ദ്രനാഥ് മികച്ച പ്രതിച്ഛായയുള്ള ഒരു വലിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആയിട്ടുള്ള ബെന്നി ബെഹനാനും വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട് ഈ രവീന്ദ്രനാഥിൻ്റെ ഭാഗത്ത് നിന്ന്. പത്തനംതിട്ടയിലാണെങ്കിൽ തോമസ് ഐസക്കിനെയും ആലപ്പുഴയിൽ AM ആരിഫിനെയും നിർത്തിയ സാഹചര്യത്തിൽ നിർത്തിയ CPM കാണിക്കാൻ പോകുന്നത് UDFന് വലിയ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും ഉയർത്തിക്കാട്ടുന്നത്. 20-ൽ 19 സീറ്റും നഷ്ടമായപ്പോഴും ഇടതുപക്ഷം വിജയിച്ച ഒരേ ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്ന് പറയപ്പെടുന്നത്. അവിടെ വീണ്ടും ഈ AM ആരിഫ് തന്നെ മത്സരിക്കുമ്പോൾ എതിരാളികളുടെ ആത്മവിശ്വാസം എന്ന് പറയപ്പെടുന്നത് നഷ്ടപ്പെടുന്നു എന്ന് പറയേണ്ടി വരും. പത്തനംതിട്ട സിറ്റിംഗ് MP ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണിക്ക് എതിരായിട്ട് ഉള്ള ഒരു ജനവികാരം അത് വോട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ തോമസ് ഐസക്കിന് വിജയിക്കാൻ കഴിയും. തോമസ് ഐസക്കിന് UDFൻ്റെ ഈ കുത്തക സീറ്റിൽ അട്ടിമറി വിജയം നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇനിയുള്ളത് ഇടുക്കിയാണ്. ഇടുക്കി MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ നേരിടാൻ വേണ്ടി അവിടെ ഇറക്കിയിരിക്കുന്നത് CPM നിയോഗിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ജോയ്സ് ജോർജിനാണ്. പഴയ മുഖമാണെങ്കിലും മുൻപ് വിജയിച്ച ചരിത്രവും ക്രൈസ്തവ സഭകളുമായിട്ടുള്ള വലിയ അടുപ്പവുമൊക്കെ ജോയ്സ് ജോർജിനുണ്ട് എന്നുള്ളതാണ്.
ഇതൊക്കെ CPM പ്രതീക്ഷ നൽകുന്നു. ജോയ്സ് ജോർജിനും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. NK പ്രേമേന്ദ്രൻ മത്സരിക്കുന്ന കൊല്ലത്ത് നടൻ മുകേഷാണ് ഇടതുപക്ഷത്ത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ഇവിടെ സ്ഥാനാർത്ഥിയേക്കാൾ CPM സംഘടനാ കരുത്ത്, ഒപ്പം തന്നെ പ്രേമചന്ദ്രനെതിരായിട്ടുള്ള സമീപകാല വിവാദങ്ങൾ, ഇതൊക്കെയാണ് മാറ്റുരയ്ക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെ ആരായിരിക്കും അവിടെ വിജയിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഇതുവരെ തോൽവി എന്തെന്നറിയാത്ത ജനപ്രതിനിധിയായിട്ടുള്ള അടൂർ പ്രകാശിനും ഇത്തവണ പക്ഷേ ഭീഷണി വലുതാണ്. ആറ്റിങ്ങലിൽ CPM നിയോഗിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, പാർട്ടിയുടെ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയിയാണ്. തീർച്ചയായിട്ടും മണ്ഡലത്തിന് യോജിച്ച സ്ഥാനാർത്ഥി അതാണ് വി ജോയി എന്ന് പറയപ്പെടുന്നത്. സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിനാണ് ഇതോടുകൂടി വേദിയാകാൻ പോകുന്നത് ആറ്റിങ്ങൽ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന അടൂർ പ്രകാശിനും പരാജയം ഉറപ്പാണ് എന്നാണ് CPM വിശ്വസിക്കുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായി കാണുന്ന ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ കൂടി മത്സരരംഗത്തിറങ്ങുന്നതോടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ എന്നുള്ളത്. ഇവിടെയും പ്രതിപക്ഷ വോട്ടുകളെന്ന് പറയപ്പെടുന്നത് ഭിന്നിച്ചാൽ, ആ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയാണെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM. കേരളത്തിലെ വൻ നേട്ടങ്ങൾ എത്തരത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് എണ്ണി അക്കമിട്ട് നിരത്തി CPM പറയുമ്പോഴും CPM എന്തുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് എന്നും ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കുണ്ടാകില്ലേ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഇങ്ങനെ വലിയ നേട്ടങ്ങൾ, മനസ്സിൽ വലിയ പ്രതീക്ഷകൾ, കോട്ടകൊത്തളങ്ങളൊക്കെ കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷമായി നൽകുന്നത് എന്താണ് എന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഭരണ നേട്ടം എന്താണ് എന്ന് നിങ്ങൾ വിളിച്ചു പറയുക. നിങ്ങൾ ഭരിക്കുമ്പോൾ ജനങ്ങൾ സന്തുഷ്ടരാണോ സംതൃപ്തരാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ച ഈ കണക്കുകളുണ്ടല്ലോ, അതായത് നിങ്ങളിപ്പോൾ പറയുന്ന കേരളത്തിൽ 20 സീറ്റിൽ 19 പിടിച്ചടക്കുമെന്ന് നിങ്ങൾക്കുള്ള ഒരു ഗീർവാണം പറയുന്നുണ്ടല്ലോ, ആ രീതി ചിലപ്പോൾ നിങ്ങൾ ചെയ്യില്ലായിരുന്നു. ഈ സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ് എന്നും CPM മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ട് ലഭിക്കുമെന്ന് കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ.